ഹായ് ഡിയേഴ്സ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൻ്റെ 2024 ബി ടെക്കിൻ്റെയും അതുപോലെ തന്നെ ബി ലെറ്റ് സെക്കൻഡ് ഇയറിലേക്കുള്ള എൻട്രി, അതായത് +2 കഴിഞ്ഞിട്ടുള്ളതല്ല, നമ്മൾ ഡിഗ്രി ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതിയിട്ട് സെക്കൻഡ് ഇയറിലേക്ക് ഒരു എൻട്രി ഉണ്ട്. അതാണ് ബി ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും ഈ വീഡിയോ കാണുന്നത് കൊണ്ട് അവരുടെ കാര്യം കൂടി ഒന്ന് പറയുവാണേ. അപ്പോൾ ബി ടെക്കിൻ്റെയും ബി ലെറ്റിൻ്റെയും അലോട്ട്മെൻറ്റുകൾ, ഇനിയുള്ള അലോട്ട്മെൻറ്റുകൾ, അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ്, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആദ്യമേ പറയട്ടെ, ഇതൊരു ഷെഡ്യൂൾ യൂണിവേഴ്സിറ്റി തന്നെ പബ്ലിഷ് ചെയ്തതാണെങ്കിലും ഇതിൽ ചിലപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ്റെയൊക്കെ സമയങ്ങളിലുള്ള ആ ഒരു ഡേറ്റ് ചിലപ്പോൾ ചേഞ്ചുകൾ വന്നേക്കാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടും വന്നേക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ റെഗുലറായിട്ട് വെബ്സൈറ്റ് നോക്കണം. ഇടയ്ക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനിയൊരു ബി ടെക്കിൻ്റെ 3rd അലോട്ട്മെൻറ്റ് ഉണ്ട്. കാരണം നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് കാണിക്കുന്നില്ലേ, അതിൻ്റെ അർത്ഥം നമുക്ക് ഇനിയൊരു അലോട്ട്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു അലോട്ട്മെൻറ്റ് നമുക്ക് 27/7/2024 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ എത്ര റാങ്ക് വരെ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ നോട്ടിഫിക്കേഷൻ, അതായത് ആ നമ്മൾ കാണാറില്ലേ ലാസ്റ്റ് റാങ്ക്, അത് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 27-ാം തീയതി അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് 30-ാം തീയതി വരെ ഫീസ് അടക്കാനുള്ള ടൈമുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ ഫീസ് അടക്കാനുള്ള ലിങ്ക് തരും, അതിലൂടെ നിങ്ങൾക്ക് ഫീസ് അടക്കാം. അത് 30-ാം തീയതി വരെ സമയമുണ്ട്. ഇനി നമുക്കിപ്പോൾ ബി ലെറ്റിൻ്റെ കാര്യം കൂടി ഒന്ന് പറയട്ടെ കേട്ടോ, കാരണം കുട്ടികളുണ്ട് അത് കേൾക്കുന്നത്. അതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ബി ലെറ്റിൻ്റെ നമുക്ക് വരുന്നത് 27-ാം തീയതി തന്നെയാണ്. അവർക്ക് 30-ാം തീയതി വരെ ഫീസ് അടക്കാൻ സമയമുണ്ട്. ഇനി ബി ടെക്കിൻ്റെ സ്പോർട്സ് കോട്ടയുണ്ട്, അത് അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പോർട്സ് കോട്ടയുടെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 2/8/2024 അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. അതായത് സ്പോട്ട് അഡ്മിഷന് നമ്മൾ നേരിട്ടാണ് ഹാജരാവേണ്ടത്. അപ്പോൾ നമ്മളുടെ സർട്ടിഫിക്കറ്റുകളും, അതായത് ഫീസും അടയ്ക്കണം. ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാം, പക്ഷേ സർട്ടിഫിക്കറ്റുകൾ ആ ഒരു ടൈമിൽ വെരിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാകുന്നത് കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് 2-ാം തീയതി സ്പോർട്സ് കോട്ടയിലുള്ളവർ 2-ാം തീയതിയാണ് ചെല്ലേണ്ടത്. ഇനി ബി ടെക്കിൻ്റെയും ബി ലെറ്റിൻ്റെയും ഈ 2-ാം തീയതി വരെ നടന്ന അലോട്ട്മെൻറ്റുകളുണ്ടല്ലോ, അങ്ങനെയുള്ള എല്ലാവരുടെയും തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ 2 അല്ലെങ്കിൽ 5 തീയതികളിലാണ് നടക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് എല്ലാ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷനിലാണ് അവിടെ അഡ്മിഷൻ കിട്ടിയേക്കണമെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം. പിന്നെ 10th 12th അതുപോലെ തന്നെ TC ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ ബോർഡോ നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അഫിഡവിറ്റ് കൊടുക്കാം. പക്ഷേ റിസർവേഷന് നിങ്ങൾക്ക് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും പറ്റില്ല, കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വേണം. പിന്നെ എല്ലാവർക്കും കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റാണ്, നാഷണാലിറ്റിയുടെ വെബ്സൈറ്റിലുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത്, ഒന്നുമില്ലെങ്കിൽ അവിടെ പെൻ വെച്ചിട്ട് എഴുതിയാൽ മതി ബ്ലാങ്കിൻ്റെ സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പ്രിൻറ്റ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അതെല്ലാവരും കൊണ്ടുപോകണം കേട്ടോ. ഇനി നമ്മുടെ ബി ടെക്കിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇനി ബി ലെറ്റിൻ്റെ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 6-ാം തീയതിയാണ്. ബി ലെറ്റിലെ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 6-ാം തീയതിയാണ്. പിന്നെ നമ്മളുടെ ഈ ബി ടെക്കിൻ്റെ ഒരു ഷെഡ്യൂൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ താൽക്കാലിക ഷെഡ്യൂളാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമുക്ക് സാധാരണ സ്പോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഒരു രജിസ്ട്രേഷൻ, ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ലിങ്ക് നമ്മൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ പ്രൊഫൈലിലുണ്ടാവും, മെയിലൊക്കെ വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് നോക്കണം. ഇപ്പോൾ നിലവിലിവിടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് 7-ാം തീയതിയാണ്. ആ 7-ാം തീയതിക്ക് മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് വരും. അതിലൂടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരിക്കുള്ളൂ ഈ സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്പോട്ടിൻ്റെ ഫസ്റ്റ് ഫേസ് ഉണ്ടാവും, ചിലപ്പോൾ സെക്കൻഡ് ഫേസ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് 2-3 സ്പോട്ടുകളായിട്ടായിരിക്കും നടക്കുന്നത്. ഒരു ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് വെബ്സൈറ്റ് നോക്കണം, ലിങ്ക് നോക്കണം, ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ബി ടെക്കിന് സാധാരണ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങളോട് ക്യുസാറ്റിൽ നേരിട്ട് ഹാജരാവാൻ ചിലപ്പോൾ പറയണമെന്നില്ല, ഓൺലൈൻ സ്പോട്ട് അഡ്മിഷൻ ആയിരിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴി അതുപോലത്തെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴി ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലോ പ്രൊഫൈലോ അവൈലബിൾ ആക്കിയിട്ട് അതിലൂടെ ആയിരിക്കും ചിലപ്പോൾ സ്പോട്ട് അഡ്മിഷന് ചെല്ലാൻ പറയാം. നമുക്ക് ഉറപ്പില്ല,
മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ നേരിട്ടായിരിക്കും, ചിലപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും. അപ്പോൾ അതിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് വെബ്സൈറ്റിലായിരിക്കും വരുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് അതിന് മുമ്പ് ചിലപ്പോൾ ഇപ്പോൾ നേരിട്ടാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അവിടെ ചെന്നിട്ടായിരിക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ പറയുന്നത് സ്പോട്ടിൽ. അതല്ല ഗൂഗിൾ മീറ്റൊക്കെ വഴിയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാറ്റ്ഫോം വഴിയാണെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷനും ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും വെബ്സൈറ്റ് നോക്കുക. ഞാൻ പറ്റുന്ന പോലെ പറയാം, പക്ഷേ എനിക്ക് മിസ്സായി പോയാലും നിങ്ങൾക്ക് മിസ്സാവരുത്. നിങ്ങൾ കറക്റ്റായിട്ട് വെബ്സൈറ്റ് നോക്കി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്തവർക്കാണ് ഇപ്പോൾ ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് വരുള്ളൂ, അല്ലെങ്കിൽ സ്പോട്ടിൽ നേരിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് വീണ്ടും ഞാൻ എടുത്ത് പറയുവാണ്, നിങ്ങൾ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ 7-ാം തീയതിയാണ്. 7-ാം തീയതി 1 മുതൽ 3000 വരെ റാങ്കുള്ള കുട്ടികളോടാണ് ചെല്ലാൻ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഈ ഗൂഗിൾ മീറ്റ് അറ്റൻഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന റാങ്കിലുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് വരും കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി അതിൽ കയറാൻ പറ്റുന്നതാണ്, കറക്റ്റ് സമയത്ത് കയറണം. നിങ്ങൾക്കൊരു സ്പോട്ടിൻ്റെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് കയറണം. ആ ഒരു ടൈം എപ്പോഴാണോ നിങ്ങളുടെ റാങ്കുകാരോട് പറയുന്നത്, ചിലപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് അവരിടും കേട്ടോ. ഇന്ന റാങ്ക് വരെ ഇത്ര സമയത്ത്, ഇന്ന റാങ്ക് വരെ ഇത്ര സമയത്ത് എന്നുള്ള ഒരു ലിസ്റ്റ് ഇടും. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും. ഓൺലൈൻ വഴിയാണെങ്കിൽ മനസ്സിലാവണ്ടോ, അതല്ല ഓഫ്ലൈൻ ആണെങ്കിൽ എന്താണെങ്കിലും ഇൻസ്ട്രക്ഷൻ കൂടുതലായിട്ട് വരും. ഞാൻ കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല, നമുക്ക് എന്തായാലും വെബ്സൈറ്റ് ആ ടൈമിൽ നോക്കാം. സോറി. അപ്പോൾ ബിടെക്കിൻ്റെ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ 7-ാം തീയതിയാണ്. 1-ാം തീയതി മുതൽ 3000 ഒന്നാമത്തെ റാങ്ക് മുതൽ 3000 റാങ്ക് വരെയുള്ള കുട്ടികളെയാണ് വിളിച്ചേക്കുന്നത്. പിന്നെ 8-ാം തീയതി 3001 മുതൽ 6000 വരെ റാങ്ക്. 9-ാം തീയതി 6001 മുതൽ 9000 വരെ റാങ്ക്. 12-ാം തീയതി 14000 വരെ റാങ്കുള്ള കുട്ടികൾ. 13-ാം തീയതി 17000 ബാക്കി വരുന്ന റാങ്കുകളുള്ള കുട്ടികളെയൊക്കെ 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ഇനി ബിലെറ്റിൻ്റെ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ 14-ാം തീയതിയാണ് നടക്കുന്നത്. ഇനി ബിടെക്കിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബിടെക്കിൻ്റെ ഫസ്റ്റ് സ്പോട്ട്സ് അഡ്മിഷൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫേസുകളാണ് നമ്മളാ പറഞ്ഞത്. ഇനി സെക്കൻഡ് സ്പോട്ട് സീറ്റ് വേക്കൻസി അപ്പോഴത്തേക്കും കീം അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സെക്കൻഡ് സ്പോട്ടും ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് സ്പോട്ടിൻ്റെ പറഞ്ഞേക്കുന്നത് 21/8/2024 അപ്പോൾ നമുക്ക് 1 മുതൽ 5000 വരെയുള്ള റാങ്കുകാരെയും, പിന്നീട് 5000 മുതൽ 72-ാം തീയതി 5000 മുതൽ 9000 വരെയുള്ള റാങ്കുകാരെയും, 23-ാം തീയതി 9000 മുതൽ 13000 വരെയുള്ളവരെയും, 24-ാം തീയതി 13000 മുതൽ ബാക്കിയുള്ള റാങ്കുകാരെയൊക്കെയാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുവാണ്, ഓൺലൈൻ ആണെങ്കിൽ അതിൽ ചിലപ്പോൾ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓഫ്ലൈൻ ആണെങ്കിലും വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം കേട്ടോ. ഇനി ബിടെക്കിൻ്റെ തേർഡും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിടെക്കിൻ്റെ 3 സ്പോട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അത് 2/9/2024 അപ്പോൾ അത് പിന്നെ 2-ാം തീയതി 3-ാം തീയതി 4-ാം തീയതി വരെയാണ് പറഞ്ഞിരിക്കുന്നത് സ്പോട്ട് പറഞ്ഞേക്കുന്നത്. പിന്നെ SC/STയുടെ സ്പെഷ്യൽ സ്പോട്ട് ഉണ്ട്, അത് 5/9/2024 SC/STയുടെ സ്പെഷ്യൽ സ്പോട്ട് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് നോട്ടീസായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ലേറ്റസ്റ്റ് ന്യൂസ് സെക്ഷൻ നോക്കിയിട്ട് അതിലെന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ബാലൻസ് വരുന്ന സീറ്റുകളിലേക്ക് മാത്രമായിരിക്കും. അപ്പോൾ ആ ഒഴിവ് ഇല്ലാത്ത ആൾക്കാർ പങ്കെടുക്കണം എന്നില്ല എന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് ഏതെങ്കിലും റിസർവേഷൻ അതിൽ സീറ്റ് ഒഴിവില്ല എന്നുണ്ടെങ്കിൽ അത് വേക്കൻസി സീറ്റൊക്കെ പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂളല്ലേ, വേക്കൻസി സീറ്റ് ഇടും. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഇടും. ഇനി ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ, അത് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ആണെങ്കിൽ അതാണെങ്കിൽ അത് നിങ്ങൾക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ പ്രൊഫൈലിലോ ആയിട്ടായിരിക്കും വരുന്നത്. രജിസ്റ്റർ ചെയ്തവർക്ക് ഇന്ന റാങ്ക് വരെ ഉള്ളവർക്ക് അങ്ങനെ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് പറയാം കേട്ടോ. ബിലെറ്റിൻ്റെ ആണെങ്കിലും ബിടെക്കിൻ്റെ ആണെങ്കിലും ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത് ക്യുസാറ്റാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അവർ ആ ഒരു ടൈമിൽ വെബ്സൈറ്റിലിടും. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക. അതിന് മുമ്പ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷനും ചെയ്യുക കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.